ആലങ്കാരിക പദങ്ങൾ കൊണ്ട് തൊട്ടുതലോടിയ മലയാളികളുടെ എല്ലാത്തര വികാരങ്ങൾക്കും താളം പിടിച്ച മാറ്റിവെക്കുവാനും പകരം വെക്കുവാനുമില്ലാത്ത വികാരം, മലയാളിയുടെ സ്വകാര്യ അഹങ്കാരം. ഡോക്ടർ കെ.ജെ. യേശുദാസ് ശതാഭിഷേക നിറവിൽ. എം.ബി. ശ്രീനിവാസൻ ചൊല്ലിക്കൊടുത്ത വരികൾക്ക് 1961 നവംബർ 14 മയക്കിന് പിന്നിൽ യേശുദാസ് ചുണ്ടനക്കി. നാളിതുവരെയും ഗാനലോകത്തിന് ഒരു അത്ഭുതം തന്നെയായിരുന്നു യേശുദാസ്. മലയാള സംഗീത സംവിധായകരുടെ വജ്രായുധമായിരുന്നു യേശുദാസിന്റെ ശബ്ദമാധുര്യം. ഒരു വർഷം ഇറങ്ങുന്ന എല്ലാ ചിത്രങ്ങളിലും യേശുദാസ് പാടിയിട്ടുണ്ട്. അവസാനം സിനിമാ ലോകം വരെ പറഞ്ഞു, സംഗീതം സമം യേശുദാസ്. യേശുദാസ് ദേവരാജൻ മാസ്റ്റർ കൂട്ടുകെട്ടിൽ പിറന്ന ഗാനങ്ങൾ പത്തരമാറ്റിൽ പൊതിഞ്ഞ തനി തങ്കമായിരുന്നു. ഒരിക്കൽ ദാസേട്ടനെ കുറിച്ച് ദേവരാജൻ മാസ്റ്റർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ദാസിന് സംഗീതം അറിയാമെന്നല്ല, സംഗീതത്തിന് ദാസിനെ അറിയാം. ഈ വാക്കുകൾ മാത്രം മതി ദാസേട്ടൻ സംഗീത ലോകത്ത് ആരാണെന്നറിയുവാൻ. സംഗീതത്തിന്റെ 3 സ്ഥായിയിലുള്ള മികവ്, ഭാവബോധം, ശാസ്ത്രീയ സംഗീതജ്ഞാനം, ഏത് തരം പാട്ടും പാടും. ഇതൊക്കെയാണ് സംഗീത സംവിധായകർക്ക് യേശുദാസ് പ്രിയങ്കരനായി മാറിയത്. നാളികേരത്തിന്റെ നാട്ടിലും അകലെയകലെ നീലാകാശവും ഇന്നിന്റെ തലമുറ തിരയുന്നുവെങ്കിൽ ദാസേട്ടന്റെ ശബ്ദമൂല്യം എത്രയെന്ന് അളക്കാവുന്നതേയുള്ളൂ. കരയുവാനും ചിരിക്കുവാനും കൂട്ടുകൂടുവാനും കളിയാക്കുവാനും പ്രേമിക്കുവാനും മധുവിധു ആഘോഷിക്കുവാനും പ്രാർത്ഥിക്കുവാനും പാടിയുറക്കുവാനും ഈ ഗന്ധർവസ്വര മാധുര്യമില്ലാതെ മലയാളിക്ക് മറ്റൊന്നില്ലായിരുന്നു. ദേശഭാഷ അതിർവരമ്പുകൾ കടന്ന ശബ്ദമായി മാറിയ ദാസേട്ടൻ മറ്റ് ഭാഷകളിൽ ഉണ്ടാക്കിയ ഹിറ്റുകൾക്ക് എണ്ണമില്ല. ഒരു ഗായകൻ ഗാനശാഖയിലൂടെ ഒരു ജനതയുടെ ഇതിഹാസമായി മാറിയത് ചരിത്രമെന്നേ പറയുവാനുള്ളൂ. യേശുദാസ് എന്ന ഗായകന് മുൻപോ പിൻപോ ഇങ്ങനൊരു ഗായകൻ ഉണ്ടാകില്ല എന്നതാണ് സത്യം. പ്രിയപ്പെട്ട ദാസേട്ടന് VMTV ന്യൂസ് ചാനലിന്റെയും വിഘ്നേശ്വര മീഡിയ TVയുടെയും ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ.